ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളോ പാരൻറ്റിങ് ഡേ ആണ് കേട്ടോ. ഞാനും കുട്ടികളും മാത്രം, അമ്മയും മക്കളും മാത്രമുള്ള ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മോനിന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ മോനെ ക്ലാസ്സിലേക്ക് വിടാനുള്ള പണികളാണ് നമുക്ക് രാവിലെ തന്നെ എണീറ്റിട്ട് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം വേറെ ആരുടെയും കാര്യങ്ങളൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പോൾ രാവിലെ എണീപ്പിച്ച് അവർക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചൊക്കെ റെഡിയാക്കണം. അങ്ങനെയുള്ള പണികളൊക്കെയാണ് ഇനിയുള്ളത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയിൽ വെറുതെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിച്ചോളും. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കുന്ന ഒരു ഫുഡായതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിയാണ്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്കും. അവൻ പോയി കഴിഞ്ഞിട്ട് ഞാനും മോളായാലും ഞങ്ങളൊക്കെ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അത് സ്റ്റീം ചെയ്യാനായിട്ട് ഇഡ്ഡലിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ചെറിയ ഒരു ഗാർഡൻ, അങ്ങനെ ഗാർഡൻ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ഒരു കുറച്ച് ചെടികൾ, നമ്മുടെ ഒരു കുഞ്ഞൊരു ബാൽക്കണിയാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ബാൽക്കണിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളെല്ലാം നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ഒരു ചെറിയ പച്ചപ്പൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നത്തെ നമ്മുടെ നെക്സ്റ്റ് പരിപാടി. ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ എൻ്റെ ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം അത്രയും ടൈം വേസ്റ്റ് ആവാണ്ട് നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഒപ്പം അവിടെ ഫുഡ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ എണീക്കണതാണെങ്കിലും വലിയ നേരത്തെ ഒന്നുമല്ല. മോനും സ്കൂളിൽ പോകുന്നതിനേക്കാളും ഒരു മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ മുന്നാണ് നമ്മൾ എണീക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കും വേണം. അപ്പോൾ അതുകൊണ്ടാണ് അതിനുള്ള എന്താ പറയുക, ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം തന്നെ എണീറ്റ് വരുന്ന ആൾ അന്നമ്മു ആണ് കേട്ടോ. ആൾക്ക് ക്ലാസ്സിലേക്കൊന്നും പോകാനില്ലെങ്കിൽ കയ്യിലൊരു ബാഗ് എപ്പോഴും ഉണ്ടാവും. ആ ബാഗ് ഇട്ട് നടക്കുക, കിടക്കണ സമയത്തുണ്ട് മുഖം, പിന്നെ എണീറ്റ് വരുമ്പോഴും ബാഗൊക്കെ പിടിച്ചിട്ട് വരും. മോനെ സ്കൂളിൽ പോകാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കുത്തിപ്പോക്കി വിളിച്ചാൽ മാത്രമേ എണീറ്റ് വരുള്ളൂ. മോൾക്കാണെങ്കിൽ ഇപ്പോഴേയും സ്കൂളിൽ പോകാനായിട്ട് ആൾ റെഡി ആയിട്ട് നിൽക്കണേ. പക്ഷേ ആളുടെ ടൈം ആയിട്ടില്ല, ഇനിയും കുറച്ചുകൂടിയും ടൈമുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നറിയില്ല, ഏത് നേരത്ത് ഞാൻ എണീറ്റാലും എൻ്റെ പിന്നാലെ മോൾ എണീറ്റ് വരും. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് നേരത്തെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്ക് ബ്രഷ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. അതിന് ശേഷം ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മോനെ വിളിച്ച് എണിപ്പിക്കണം. പിന്നെ ഒരു ഗ്ലാസ് പാലും കൂടിയും കുടിച്ചിട്ടാണ് പോകണം കേട്ടോ. രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കില്ല, സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് രാവിലെ ഒരു ഗ്ലാസ് പാലാണ് ശരിക്കും കഴിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിച്ചായി, അത്രമാത്രമാണ് രാവിലെ സ്കൂളിൽ പോകുന്നതിനേക്കാളും മുന്നേ കഴിക്കണം കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും ഒരുമിച്ച് തന്നെ പാലാക്കി വെക്കണം, മോൾക്കും മോനൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചൊന്ന് റെഡിയാക്കണം. അതിൻ്റെ പണിയാണ് പിന്നെ നെക്സ്റ്റ് ചെയ്യണം. നമ്മുടെ ടിഫിൻ ബോക്സൊക്കെ അപ്പോഴേക്കും റെഡിയാക്കി ഞാൻ ഇഡ്ഡലിയൊക്കെ എടുത്തിട്ട് ചെറിയ ചെറിയ കട്ട് ചെയ്ത് പീസസൊക്കെ ആക്കിയിട്ട് അതിലേക്ക് പഞ്ചസാരം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ അവന് കഴിക്കാനായിട്ടുള്ള ഒരു ചെറിയ സ്പൂണൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അവൻ്റെയും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി പിന്നെ ബാഗ് എടുത്തിട്ട് പിന്നെ അതിലേക്ക് ടിഫിൻ ബോക്സും വെള്ളമൊക്കെ വയ്ക്കുന്ന പണിയാണ് നെക്സ്റ്റ്. പിന്നെ അവൻ്റെ ടാഗാണ് ഞാനെടുത്ത് പുറത്തേക്ക് മാറ്റി വെച്ചത്. ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. ഫ്രൈഡേസ് എല്ലാം കളർ ഡ്രസ്സാണ്, യൂണിഫോമിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് പോകാനായിട്ട് ഇഷ്ടമുണ്ട്. കാരണം കളർ ഡ്രസ്സിൻ്റെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 2 days എന്തായാലും നമുക്ക് പോകണ്ടല്ലോ, സ്കൂളിൽ പോകണ്ടെന്നുള്ള കാരണം വേഗം എണീറ്റ് റെഡി ആവാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. വേഗം എണീറ്റ് വന്നോളും, വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് എണീപ്പിക്കാൻ പറ്റുന്ന 2 ദിവസങ്ങളാണ് കേട്ടോ. 2 ദിവസമല്ല, ഫ്രൈഡേ. വണ്ടി ഉണ്ടാക്കരുത് കേട്ടാ. എന്തോ പോവാട്ടാ. ചേട്ടനും സ്കൂളിൽ വിട്ട് വന്നപ്പോൾ അന്നമ്മനും സ്കൂളിൽ പോകാൻ പറ്റണില്ല, ബസ്സിൽ പോകാൻ പറ്റണില്ല എന്നുള്ള വിഷമമാണ് കേട്ടോ. അന്നമ്മ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ മോനൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആകുമ്പോഴാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് പോയി കഴിഞ്ഞ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ. ഇഡ്ഡലിക്ക് അപ്പോൾ വേറെ കറിയും ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറൊന്നും വെച്ചിട്ടില്ല. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ മക്കളാണെങ്കിലും അത്രയ്ക്കൊന്നും കഴിക്കില്ല. അവർ പിന്നെ പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ടാണ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ കഴിക്കാം. അപ്പം ഞാൻ നമ്മുടെ ഈ വീട്ടിൽ നമ്മൾ സാധാരണ ചട്നിപ്പൊടി കിട്ടുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് ഉള്ളതിൻ്റെ അതിലത്തെ കുറച്ച് പൊടി നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇഡ്ഡലി കഴിക്കുന്നത്.
കാരണം വേറെ ആരും കഴിക്കാനില്ലല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഇത്രയും കറികൾ അല്ലെങ്കിൽ എന്തെങ്കിലും റെഡിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മടിയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഉള്ളത് കൂട്ടി കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് അപ്പോൾ തോന്നാറുള്ളൂ. ചേട്ടൻ പോയി കഴിഞ്ഞാൽ അന്നമ്മൂന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബോറടിയാണ്. കാരണം വേറെ ആരും കളിക്കാനും ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ സമയത്താണ് അന്നമ്മൂൻ്റെ ടോയ്സ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് കളിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ അന്നമ്മൂൻ്റെ ടോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പപ്പിയുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു ഡോഗിനെ എടുത്തിട്ട് അതിൻ്റെ മേത്ത് മേക്കപ്പ് ചെയ്യുക, അതിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അന്നമ്മൂൻ്റെ ഇപ്പോഴത്തെ പണി. പിന്നെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ ടി വിയിലൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനുള്ളത് വെക്കാൻ ഒരിക്കലും പറ്റാറില്ല കേട്ടോ. കാരണം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ തന്നെയായിരിക്കും നമ്മളും കൂടി ഇരുന്ന് കാണുന്നത്. നമുക്ക് ഇഷ്ടമില്ലെങ്കിലും അറിയാതെ നമ്മൾ ആ കാർട്ടൂണൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പോവാണ് സത്യത്തിൽ ഉണ്ടാവാറുള്ളത്. കുറച്ച് നേരം അങ്ങനെ ഞങ്ങളുടെ കാർട്ടൂൺ ടൈമാണ്. അപ്പോൾ മോളുടെ കൂടെ ഞാനും ഇരുന്ന് കാണും. വേറെ നമുക്കൊന്നും കാണാനുള്ള നിവൃത്തികേട് കൊണ്ട് അതന്നെ ഇരുന്ന് കാണാണ്. അങ്ങനെ ടി വിയിൽ കുറച്ച് നേരത്തെ നമ്മുടെ കാർട്ടൂണും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇരുന്ന് കണ്ടതിന് ശേഷം പിന്നെ നമ്മുടെ വീടിൻ്റെ ക്ലീനിങ് ആണ് നെക്സ്റ്റ് നമ്മളുടെ പരിപാടി. രണ്ടാളും വീട്ടിലുള്ള സമയത്ത് നമുക്കിത് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം രണ്ടാളും ഇരിക്കുമ്പോൾ ഒരാൾക്ക് കുറച്ച് ടോയ്സ് വേണ്ടി വരും, മറ്റേ ആൾക്ക് ആ ടോയ്സ് തന്നെ ഒരാളെടുത്ത് തന്നെ ആവശ്യം വരും. അങ്ങനെ അടി ബഹളമായിരിക്കും. അപ്പോൾ ചേട്ടൻ സ്കൂളിൽ പോയ ടൈം നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ വീട് ക്ലീനാക്കി വിടുന്നത്. അല്ലെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു സമാധാനമായിരിക്കും. അവളുടെ ആ ഒരു ടോയ്സിൻ്റെ സെക്ഷൻ മാത്രം നമുക്ക് ഒതുക്കിയാൽ മതിയാവുമല്ലോ. രണ്ടാളും കൂടിയിട്ടുണ്ടെങ്കിൽ ഈ വീടിനെ എത്രത്തോളം എങ്ങനെ നശിപ്പിച്ചിടാൻ പറ്റും എന്നുള്ള പോലെയാണ് ആക്കിയിടുക. ഇതൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ടെങ്കിലും മോൻ സ്കൂൾ വിട്ട് വരുന്നവരെയേ ഈ വീട് ഇങ്ങനെ ഇരിക്കുള്ളൂ. അത് കഴിയുമ്പോൾ ഈ ഒതുക്കിയ ടോയ്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പറക്കി വീണ്ടും തിരിച്ച് ഇതിനേക്കാളും നാശാക്കി ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രത്തോളം റെഡിയാക്കും അവർ. പിന്നെ അവർക്കും വേറെ നേരം പോക്കൊന്നുമില്ലല്ലോ. ഇതൊക്കെ തന്നെ അവർക്ക് ഇവിടെ പണിയുള്ളൂ. കാരണം നമ്മളിങ്ങനെ താമസിക്കുമ്പോൾ നമുക്ക് വേറെ കസിൻസ് ഇല്ല, വേറെ കുട്ടികൾ, വേറെ ഫ്രണ്ട്സിനെ കാണുന്നില്ല. ഉള്ള 2 ചേട്ടനും അനിയത്തിയും കൂടെ തന്നെ ഈ വീടിനുള്ളിൽ, ഈ ഒരു കൊച്ചു വീടിനുള്ളിരുന്ന് കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ കഴിച്ചോ? നമുക്ക് കഴിച്ചാ? അങ്ങനെ അത്രയും നേരം ബോറടിച്ചിരുന്ന ആള് ചേട്ടൻ സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ എന്താ പറയുക, എവിടെ നിന്നില്ലാത്ത എനർജി വന്നു. പിന്നെ രണ്ടാളും കൂടി ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരവരുടെ കളിയൊക്കെ തുടങ്ങി. മക്കൾക്കുള്ള ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുക്കാണ് കേട്ടോ. രണ്ടാൾക്കും ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. രണ്ടാളും തന്നെ കഴിക്കുകയാണെങ്കിൽ ഒട്ടും ഫുഡ് കഴിക്കില്ല. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇത് തന്നെ. ഇപ്പോൾ കഴിക്കണത് ഞാൻ കൊടുക്കുന്നതുകൊണ്ടാണ്. തന്നെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിക്കില്ല. പിന്നെ കൊടുത്ത ചോറൊക്കെ അവിടെ തന്നെ നിലത്തൊക്കെ പോയിട്ടുണ്ടാവും. നമുക്കത് ഇരട്ടിപ്പണിയാക്കി തരുള്ളൂ. ഹലോ, അങ്ങനെ ഉച്ചത്തെ കുറച്ച് നേരത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കുറച്ച് നേരം, ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല, പക്ഷെ ഇവരുടെ കൂടെ ആരെങ്കിലും കിടന്നാൽ മാത്രമേ അവർ ഉറങ്ങുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരം അവരുടെ കൂടെ കിടക്കും. ഉറങ്ങില്ല, ഫോൺ നോക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും വേറെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഇവര് നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കിടക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെയും കളിച്ച് നടക്കും. പക്ഷെ ഉച്ചയ്ക്ക് ഉറക്കിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു ഈവനിങ് ഒരു 5 മണി 5:30 ആകുമ്പോൾ ചിലപ്പോൾ കിടന്നുറങ്ങും. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നൈറ്റ് ഉറങ്ങണ ടൈം പിന്നെയും അങ്ങനെ ലേറ്റ് ആയി പോകുമല്ലോ. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മളുടെ ഒരു ഉച്ചത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇനി ജോയ്ക്ക് കുറച്ച് നേരം ഒന്ന് പിടിച്ചിരുത്തി അവനെ കൊണ്ട് അവൻ്റെ ഹോംവർക്കൊക്കെ ഒന്ന് ചെയ്യിക്കണം. അവർക്ക് ഫ്രൈഡേസ് മാത്രമേ കൊടുക്കാറുള്ളൂ. കാരണം സാറ്റർഡേ സൺഡേ മുടക്ക് ഉള്ള സമയത്ത്, ഹോളിഡേയ്സ് ഉള്ളപ്പോൾ അപ്പോഴേ ഹോംവർക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് എഴുതിക്കണം. കാരണം അവൻ കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസം ആബ്സെന്റ് ആയിരുന്നു, പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ദിവസത്തെയും കൂടി അവന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നോട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം എഴുതിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുന്നേ ചായ വെക്കണം, ചായ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പഠിക്കണം. അങ്ങനെയാണ് ബാക്കി വിശേഷങ്ങൾ. എഴുതാനും പഠിക്കാനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ എന്തായാലും ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അങ്ങനെ കുറച്ച് നേരം പിടിച്ചിരുത്തിയിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൽ. അപ്പോൾ അന്നമ്മ ആണെങ്കിൽ അവിടെ ഫോണും ക്യാമറയൊക്കെ കണ്ടപ്പോൾ
അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആളുടെ വക ഡാൻസൊക്കെ കാണിക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ജോയുടെ ഹോംവർക്കൊക്കെ എഴുതിച്ചു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ചിരുന്ന് എഴുതി. ഇനി ഓരോ ദിവസം സാറ്റർഡേ സൺഡേ ആയിട്ട് കുറച്ച് ദിവസം എഴുതിച്ച് അങ്ങനെ കംപ്ലീറ്റ് ആക്കും. കാരണം ഒറ്റ ഒരു പിള്ളേരെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പിള്ളേർ ഇരിക്കില്ലല്ലോ. എഴുതി കഴിഞ്ഞാ അവരുടെ എഴുതുന്നത് കാണുമ്പോൾ നമ്മളുടെയും കൺട്രോളൊക്കെ പോകും. കറക്റ്റായിട്ട് എഴുതിയില്ലെങ്കിൽ ക്ഷമയൊക്കെ വിടും. അപ്പൊ അത് കാരണം കുറച്ച് നേരം പിടിച്ച് ഓരോ ദിവസം ഇരുത്തുന്നതായിരിക്കും എനിക്കായാലും അവനായാലും നല്ലത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന എത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കും. ഫുഡ് നമ്മളുടെ ഉച്ചത്തെ അതേ സെയിം മെനു തന്നെയാണ്, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ, ഞാനതിൽ ശരിക്കും കഴിക്കാനുള്ളൂ, പിന്നെ ഉള്ളത് 2 കുട്ടികളാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ എത്തിച്ച് പിന്നെ നമ്മുടെ അപ്പേനെയൊക്കെ ഫോൺ ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം TV കണ്ടിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങും. അപ്പൊ ഇത്രയും ഇന്നത്തെ ഒരു വിശേഷമുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഇതിൽ കൂടുതലൊന്നും കാണിക്കാനായിട്ടില്ല. അപ്പോ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളായിട്ട് വേറെ വിശേഷങ്ങളായിട്ടൊന്നും വേറെ കാണിക്കാനില്ലല്ലോ. അപ്പൊ ഈ ഒരു ഞങ്ങൾ 3 ആളുള്ള ദിവസത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് വേറെ പുറത്തേക്കൊന്നും അങ്ങനെ പോവില്ല, വീടിനകത്ത് തന്നെയായിരിക്കും ഇരിപ്പ്. അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you on my next video. Bye.